അപ്പോൾ മച്ചാനെ നമ്മതേ ബ്രിഡ്ജിലാണ്, കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ നാവിഗേഷൻ സെൻറ്റർ. അപ്പോൾ പകല് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇപ്പോൾ വാച്ചിൽ നമ്മുടെ സെക്കൻഡ് ഓഫീസറാണ്. മച്ചാനെ എന്താണ് നമ്മുടെ സ്റ്റാറ്റസ്? നല്ല മഴ വരുന്നു. ആ, അടിപൊളി മഴ. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊസിഷൻ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ പുള്ളി നമ്മുടെ സെക്കൻഡ് ഓഫീസറാണ്. ഇവിടെയാണ് നമ്മൾ ആങ്കർ ഇട്ടേക്കണം കേട്ടോ. ഒരു ആങ്കറിൻ്റെ സംഭവം കണ്ടോ പറ. ഇത് നമ്മുടെ റഡാർ. ഇത് റഡാറാണ്. ഇതാണ് റഡാർ. ഇപ്പം നമ്മുടെ നടുക്കാണെന്നാണ് നമ്മുടെ പൊസിഷൻ. അടുത്ത് കാണുന്ന അടുത്ത ഷിപ്പുകളാണ്. നമ്മളിപ്പോൾ ആങ്കറേജിലാണ്, വെസൽ ആങ്കർ ഇട്ടിരിക്കുകയാണ്, അനങ്ങുന്നില്ല. നമ്മൾ പോർട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ? അപ്പോൾ ഇത് നമ്മുടെ റേഡിയോ. നമ്മൾ പുറത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന റേഡിയോയിലാണ്. പോർട്ട് കൺട്രോളായിട്ട് മറ്റ് ഷിപ്പുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റേഡിയോ. ഈ 12 എന്ന് പറഞ്ഞ ചാനല് 12 ചാനലാണ് ഇവിടുത്തെ പോർട്ടിന്റെ ചാനലാണ്. ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോർട്ടുമായിട്ട് മറ്റു ഷിപ്പുമായിട്ട്. 12 എന്ന് പറഞ്ഞ ചാനൽ ഇവിടുത്തെ പോർട്ടിന്റെ ചാനലാണ്. നമ്മളിവിടെ ആങ്കറേജ് കിടക്കുമ്പോൾ നമ്മൾ പോർട്ടിന്റെ ചാനൽ മോണിറ്റർ ചെയ്യണം. അവരിലാണ് നമ്മൾ വിളിക്കുക, നമുക്ക് എപ്പോഴാണ് അകത്തേക്ക് ചെല്ലേണ്ടതൊക്കെ പറയുന്നത് അവർ റേഡിയോയിലായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഇന്റർനാഷണൽ ഒരു ചാനലില്ല, അതെന്തിട്ടാണ്? 16. രണ്ടാമത് VHF നമ്മൾ 16 നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ 16 ഉണ്ട് കേട്ടോ ഇവിടെ. 2 VHF ഉണ്ട്. ഈ സംഭവം എന്തിട്ടാണ്? ഇതൊക്കെ നമ്മുടെ എഞ്ചിൻ പാരാമീറ്റേഴ്സ് കാണിക്കുന്നത്. നമ്മുടെ റെഗുലർ നമ്മുടെ പൊസിഷൻ, നമ്മുടെ പൊസിഷൻ, ഇതൊക്കെ ഒരു കോമൺ എന്താ പറയുക കോണിംഗ് ഡിസ്പ്ലേ എന്ന് പറയും. നമ്മുടെ പല പാരാമീറ്റേഴ്സും ഒറ്റ ഡിസ്പ്ലേയിൽ കിട്ടുന്ന രീതിയിൽ. അങ്ങനെ ഇതെന്താണ് ഒരു കറക്കണ സാധനം? കമ്മ്യൂണിക്കേഷൻ. ഇതാണ് സൗണ്ട് പവേർഡ് ഫോൺ. നമുക്ക് കറണ്ട് ആവശ്യമില്ല, ബാറ്ററി ആവശ്യമില്ല. ഇത് നമ്മുടെ വോയിസിന്റെ പവറിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. എമർജൻസി ഇൻ കേസ് ഓഫ് എല്ലാ പവർ ഫെയിലിയർ ആകുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബാക്കപ്പ് സൗകര്യമാണ്. ഇതിങ്ങനെ കറക്കും കഴിയുമ്പോൾ റിംഗ് ടോൺ പോകുന്നത്. അതെ, റിംഗ് പോകുന്നത് നമ്മുടെ വോയിസിന്റെ പവറിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ്. വോയിസിന്റെ പവർ എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് ആണ് ഇതിന് പവർ ചെയ്യുന്നത്. വോയിസ് കൊടുക്കുന്നതോറും നമ്മൾ വോയിസ് കൊണ്ട് സംസാരിച്ചാൽ മതി, ഇതിന് ചാർജ് കിട്ടും. ഇപ്പം മിഡ്ഷിപ്പിലാണല്ലേ? മിഡ്ഷിപ്പല്ല, ഇതിപ്പോ സ്റ്റോപ്പിലാണ്. സ്റ്റോപ്പ് കണ്ടീഷൻ കണ്ടോ, ഇവിടെ സ്റ്റോപ്പാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലോട്ടാണെങ്കിൽ ബസ്സിൽ മുന്നോട്ടേക്ക് പോകാനും പുറകോട്ടേക്ക് ആണെങ്കിൽ പുറകോട്ട് പോകാനും നമ്മുടെ ആക്സിലേറ്റർ പോലെ സംഭവം. അപ്പോൾ ഇത് റഡാർ തന്നെയാണ്. ഇതാണ് നമ്മുടെ എക്സിസ്, നമ്മുടെ ചാർട്ട്. നമ്മുടെ പണ്ട് പേപ്പർ ചാർട്ടായിരുന്നു, അതിന് പകരം ഇത് ഇലക്ട്രോണിക് ചാർട്ടാണ്. നമ്മളിപ്പോൾ ഏത് ലൊക്കേഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടാണ്. ഇത് നമ്മുടെ മാപ്പിന്റെ ഗൂഗിൾ മാപ്പ്. രൂപം. ആ ശരിയാണല്ലോ, ഗൂഗിൾ മാപ്പിന്റെ കടലിൽ കൂടെ പോകാനുള്ള നമ്മുടെ മാപ്പാണിത്. അപ്പൊ എല്ലാരും ഒരു സംശയം ഉണ്ടാ, ഈ ഓട്ടോ പൈലറ്റ് എന്തിട്ടാണ് കപ്പല് നമ്മ ഡെസ്റ്റിനേഷൻ കൊടുത്താല് ഇത് പൊക്കോളൂ? ഡെസ്റ്റിനേഷൻ കൊടുത്താൽ പോവില്ല, നമ്മൾ നോക്കണ്ടിരിക്കും. ഓട്ടോ പൈലറ്റ് നമ്മളൊരു ഹെഡിങ് സെറ്റ് ചെയ്യുക. ഹെഡിങ് വെച്ചാല് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ല, നമുക്ക് പോകാനുള്ള ഹെഡിങ് 360 ഡിഗ്രിയാണ് നമ്മുടെ കോമ്പസ് പറയില്ലേ, ഏത് ഡിഗ്രിയിലേക്ക് പോകണം. 0 to 0 നമ്മൾ ഈ ചാർട്ട് നോക്കിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ടുവേർഡ്സ് നോർത്ത് ആണെങ്കിൽ നമ്മൾ 000 സ്റ്റിയർ ചെയ്യും. നമുക്ക് ഏതോ ഡയറക്ഷനിലേക്ക് പോകുന്നു നമ്മൾ അതിനനുസരിച്ച്. നമ്മളിപ്പോ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടെന്ന് വെക്കോ, സപ്പോസ് ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒറ്റ റൂട്ടല്ലല്ലോ, നമ്മള് ഇവിടുന്ന് ഇങ്ങനെ പല വഴിക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു ലെഗിലേക്കുള്ള നമ്മൾക്കിപ്പം ഒരു വേ പോയിന്റ് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്നാണ് അടുത്ത ആൾട്രേഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് നമുക്ക് സ്റ്റിയർ ചെയ്യാനായിട്ട് ഏത് ഹെഡിങ് ആണ് വേണ്ടത്? നോർമലി വരികയാണെങ്കിൽ ഒരു 320 ഒക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ 320. അപ്പൊ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചിട്ട് പിന്നെയും അടുത്ത പോയിന്റിലോട്ട് സെറ്റ് ചെയ്യണം. അതാണ് സംഭവം ഓട്ടോ പൈലറ്റ്. ഇത് 310 320 സെറ്റ് ചെയ്താൽ ആ 320 പിടിച്ച് തന്നെ പൊക്കോണ്ടിരിക്കും. ഓക്കെ. അപ്പൊ മറ്റേ നല്ല മഴ പെയ്ത് തുടങ്ങിയാണ്, നല്ല റഫാണ്. ജൂൺ ജൂലൈ ഒന്നും പറയല്ല. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്താണ്? ഈ സംഭവങ്ങൾ നമ്മുടെ കാർഗോ ടാങ്കിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ടെമ്പറേച്ചർ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇതിന്റെ അത് ബാക്കി കാര്യങ്ങളും കാണിക്കുന്നത്. എഞ്ചിൻ ഡീറ്റെയിൽസ്, നമ്മുടെ മറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ ബലാസ്റ്റ് ടാങ്കിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മുടെ ടാങ്കുകളിലൊക്കെ എത്ര വെള്ളമുണ്ട്, നമുക്ക് എത്ര ഫ്യൂൽ ഉണ്ട്, അത് ഇത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും. നമ്മുടെ കാർഗോ ടാങ്കിൽ എത്ര കാർഗോ ഉണ്ട്, എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ പ്രഷർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അത് കാണിക്കാൻ പറ്റും. നമ്മുടെ സ്റ്റിയറിംഗ് മോട്ടർ, ഇത് നമ്മുടെ ബ്രിഡ്ജ് വാച്ച് അല്ല, നമ്മുടെ ഹോൺ സിസ്റ്റം, ഷിപ്പിന്റെ ഹോൺ. ഹോണടിച്ച് അപ്പൊ ഞാൻ പിന്നെ ഈ സാധനം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്താണ് ഈ സാധനം? വേണ്ട അങ്ങാടും കിടക്കണ ഇളകുണ്ട്. കോമ്പസ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് കോമ്പസ് ആണ് ഇത്? ജൈറോ കോമ്പസിന്റെ റിപ്പീറ്റർ സിസ്റ്റമാണ്. റിപ്പീറ്ററാണ് മെയിൻ ജൈറോ കോമ്പസ് ആയിട്ട് അതിന്റെ ഒരു റിപ്പീറ്റർ സിസ്റ്റമാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. മെയിൻലി നമുക്ക് ഒരു വസ്തുവിന്റെ ബെയറിംഗ്, അതായത് ഏത് ഡയറക്ഷനിൽ നിന്നാണോ, ഒരു ടാർഗറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അലാറം ഉണ്ട്. ഇങ്ങനെ ഇവിടെ കുറെ അലാറൊക്കെ വരും, അത് റീസെറ്റ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് ബ്രിഡ്ജ് ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന അലാമാണ്. എല്ലാ 12 മിനിറ്റ് ഇത് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോയി അക്നോളജ് ചെയ്യണം. അക്നോളജ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ബാക്കപ്പ് എല്ലാം താഴെ മാസ്റ്ററുടെ ക്യാബിലും ബാക്കിയുള്ളവരുടെ ക്യാബിലും അല്ലെങ്കിൽ കോമൺ സ്പേസിലേക്ക് അടിക്കും. അതായത് നമ്മളിവിടെ വാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വാച്ചിന് എന്തെങ്കിലും നമുക്ക് പറ്റി എന്ന് അതിനർത്ഥം. അപ്പൊ ഈ സംഭവം നമ്മളൊരു
കപ്പൽ വരെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാർഗറ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻലി അതിന്റെ ബെയറിംഗ് കണ്ടുപിടിക്കാനായിട്ട് അത് ഏത് ബെയറിംഗിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ബെയറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബെയറിംഗ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തു നമ്മളെ ഇടിക്കുവോ അല്ലെങ്കിൽ നമ്മളെ ക്ലിയർ ചെയ്ത് പോകുമോ എന്നറിയാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് നമ്മൾ ഷോറിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകളുടെ ബെയറിംഗ് എടുത്ത് നമ്മൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, ഇപ്പൊ നിന്റെ ബെയറിംഗ് നീ ഇവിടെ ഗ്രേഡിങ് മാർക്കിങ്സ് കണ്ടില്ലേ, അപ്പൊ ആ വെസൽ അവിടെ കാണുന്നു. അതിന്റെ ബെയറിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഈ രണ്ട് ഹോളും ഇത് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മിറർ ഉണ്ട്. ആ മിററിൽ കൂടെ നമുക്ക് ഇതിന്റെ റീഡിങ് മനസ്സിലാവും. കോമ്പസ് എത്ര ഡിഗ്രിയിലാണ് ആ വസ്തു എന്നുള്ളത്. അതായത് 330 എന്ന ബെയറിംഗ് ആ വെസൽ, നമ്മൾ ആ വെസലിന്റെ ബെയറിംഗ് 330 എന്ന് പറയും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെസൽ ഇപ്പോൾ ഹെഡിങ് 322 ആണ്, കുറച്ച് 330 എന്ന ബെയറിംഗിലേക്ക് നമുക്ക് ആ വസ്തു ഉണ്ടെന്ന് പറയും. അതാണ് ആ വസ്തുവിന്റെ ബെയറിംഗ്. കൃത്യ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ ബുക്ക് നോക്കി പറയേണ്ടി വരും. പിന്നെ വലിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഫോർ സിമ്പിൾ എല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിൽ അതാണ്. ഇപ്പം നമ്മൾ കോമ്പസിനെ നമ്മൾ ഫുൾ സർക്കിൾ 360 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് വസ്തുവിനും പറയുന്നത് നമ്മൾ ആ കോമ്പസ് ബെയറിംഗിന്റെ കണക്കിലാണ്. നമ്മുടെ ഷിപ്പിൽ നിന്ന് എവിടെയാണ് ആ വസ്തു ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. 330 ഒരു ടാർഗറ്റ്, അത് നമുക്ക് വാച്ച് കീപ്പിംഗിൽ നമ്മുടെ എ ബി പറയുന്നത് നോക്കിയിട്ട് പറയാം, സാർ 330 ടാർഗറ്റ് ഉണ്ട്, 340 ഒരു ടാർഗറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ 000 ആണ് പോകുന്നതെങ്കിൽ 340 നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാർഗറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് മോട്ടർ എന്ന് പറയും. നമുക്ക് 2 സ്റ്റിയറിംഗ് മോട്ടർ ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് കണ്ടില്ലേ, സ്റ്റിയറിംഗ് ആണോ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ്. ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ അപ്പൊ റൈറ്റിലോട്ട് തിരിച്ചാല് സ്റ്റാർ ബോർഡ്, ലെഫ്റ്റിലോട്ട് തിരിച്ചാല് പോർട്ട്. ഇൻഡിക്കേഷൻ ആണ് റെഡ്. സ്റ്റാർ ബോർഡ് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് എന്നൊന്നും പറയൂല, സ്റ്റാർ ബോർഡ് പോർട്ട് എന്നാണ് പറയുന്നത്. സോ ഈ സ്റ്റിയറിംഗ് ഡ്രൈവ് ചെയ്യുന്നത്, ഈ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുമ്പോൾ സംഭവിക്കുന്ന പുറകത്തെ റഡർ എന്ന് പറഞ്ഞ സാധനം തിരിയുകയാണ്. അതാണ് അപ്പൊ ഇവിടെ ഉണ്ട് ഒരു കോമ്പസ്. ഇതാണ് റിപ്പീറ്റർ ആണ്, കോമ്പസിന്റെ റിപ്പീറ്റർ മാത്രമാണ്. കോമ്പസ് ഇരിക്കുന്ന വേറെ റൂമിലാണ്. ആ കോമ്പസിന്റെ റിപ്പീറ്റർ സിസ്റ്റമാണ് ഇതെല്ലാം. അപ്പൊ ഈ സ്റ്റിയറിംഗ് ഡ്രൈവ് ചെയ്യുന്ന 2 മോട്ടറുകളാണ്. 2 മോട്ടർ ഉണ്ട് നമുക്ക്. കണ്ടോ ഇത്രയും ഇങ്ങാട് തന്നെ 30 വരെ തിരിയൂല്ലേ, 35 വരെ തിരിയും. ഉണ്ടാ അപ്പൊ ഇങ്ങനെയാണ് സംഭവം മച്ചാൻ. ഇത് തിരിക്കണ കാര്യങ്ങളൊക്കെ പൈലറ്റ് പറയും. അത് കഴിഞ്ഞ് അല്ലേ അങ്ങനെ അങ്ങനെ നടക്കല്ലേ. ഇത് നല്ല മഴ വേണ്ട മച്ചാൻ. ഈ ഗ്ലാസ് എല്ലാവരും സംശയമാണ്, ഇത് ബുള്ളറ്റ് പ്രൂഫാണ് അല്ല. അപ്പൊ പൈരേറ്റ്സ് വരുമ്പോ വെടി വെച്ചാൽ നേരിട്ട് തലയിൽ കൊള്ളും. ആണോ ഞങ്ങൾ വൈപ്പറൊക്കെ ഉണ്ട്, വൈപ്പറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോണത്. എത്ര വൈപ്പർ ഉണ്ടെന്ന് നോക്കിയാൽ മച്ചാനെ കപ്പലിൽ ഉണ്ട്. ഇതൊക്കെ പൊസിഷനും ഡ്രാഫ്റ്റ് ഒക്കെ അറിയാനാട്ടാ. ഇപ്പൊ എത്ര ആഴുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എത്ര ആഴുണ്ട് ഇപ്പൊ അതെവിടെ കാണിക്കണത്? ആ അതെ, നമ്മുടെ കപ്പലിന്റെ അടിയിലേക്ക് എത്ര ആഴുണ്ട്? നമ്മുടെ കപ്പലിന്റെ അടിയിലേക്ക് ഓൾറെഡി 11 മീറ്റർ ഉണ്ട് നമ്മുടെ കപ്പലിന്റെ ഡ്രാഫ്റ്റ്. 22 മീറ്റർ ഉണ്ടല്ലേ അടിയിലേക്ക് ഉണ്ടല്ലേ. ബാക്കി 11 മുകളിലേക്കുണ്ട്, 11 വെള്ളത്തിന്റെ അടിയിലുണ്ട്. ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഫർദർ ഇനി 20 മീറ്റർ കൂടെ ഇല്ല. കപ്പലിന്റെ അടിയിൽ ഇനി 11 മീറ്റർ നമ്മുടെ കപ്പലുണ്ട്. അതിന്റെ അടിയിൽ നിന്ന് 11 മീറ്റർ നമ്മുടെ കപ്പലുണ്ട്. അതിന്റെ അടിയിൽ നിന്ന് 20-21 മീറ്റർ ആണ്. ഓ അങ്ങനെ. അപ്പൊ ഈ കപ്പൽ എത്ര മീറ്റർ ഉണ്ട് വെച്ചാൽ ടോട്ടല്? ഈ കപ്പൽ 225 മീറ്റർ, 225 മീറ്റർ, 36 മീറ്റർ വീതി, 225 മീറ്റർ. അപ്പൊ ഒരു 1/4 കിലോമീറ്റർ, 1/4 കിലോമീറ്റർ വീതി, 37 മീറ്റർ, 22 മീറ്റർ. ടോട്ടൽ വെയിറ്റ് ഉണ്ടാവും വിത്തൗട്ട് കാർഗോ എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ ആണെങ്കിൽ 20,000 ടൺ വരും. 20,000 ടണ്ണാണ് ഈ കപ്പല് വിത്തൗട്ട് കാർഗോ അല്ലേ? ഒന്നുമില്ലാതെ. അപ്പൊ കാർഗോ ഉണ്ടെങ്കിൽ ഓ ഇപ്പോഴത്തെ നമ്മുടെ നോക്കുകയാണെങ്കിൽ പ്രസന്റ് നമ്മുടെ അപ്പൊ മച്ചാൻ ഇവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത് എവിടെയുണ്ടാ? 67,000 ടൺ. 67,000 ടണ്ണാ? 45,000 ടൺ നമ്മുടെ കാർഗോ വെയിറ്റ്. ബാക്കി അടിപൊളി. ബാക്കി ഫ്യൂവല്, വെള്ളം, അത് ഇത് എല്ലാം ചേർത്ത്. അപ്പോൾ മച്ചാൻ ഇവിടെ കുറച്ച് പ്രിന്ററും കമ്പ്യൂട്ടറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ചാർട്ട് ഒരു മാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതാണ് ഇവിടെ. പക്ഷേ ഇവിടെ രാത്രി വേറെ ലെവലായിക്കോട്ടെ. ഇതെന്താണ് ഇങ്ങനെ അടിച്ചടിച്ച് വന്നത്? നമ്മുടെ ടൈറ്റാനിക്കിലൊക്കെ സിനിമയിൽ മാത്രം പിള്ളേർ കണ്ടിട്ടുള്ള സംഭവം. ഇത് നമ്മുടെ കോഴ്സ് റെക്കോർഡർ എന്ന് പറയും. ഒരു ഹാർഡ് റെക്കോർഡിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഏതാണ് കോഴ്സ്, നമ്മൾ ചെയ്യുന്ന ഹെഡിങ്, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റഡറിൻ്റെ മൂവ്മെൻറ്റ്, അതൊക്കെ ഗ്രാഫായിട്ട് വരുന്ന സാധനമാണ്. ഇതൊരു ആക്സിഡന്റ് എന്തെങ്കിലും സംഭവം വരികയാണെങ്കിൽ വളരെ ഇൻവെസ്റ്റിഗേഷന് വേണ്ട ഒരു ഹാർഡ് ഒരു സംഭവം. ഇതിൻ്റെ ടാമ്പർ ചെയ്യാനോ പരിപാടികളൊന്നും നടക്കില്ല. നമ്മുടെ കാരണം ഓൾറെഡി അത് റെക്കോർഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ഹെഡിങ് ആണ് ചെയ്യുന്നത്, നമ്മൾ ഏത് സ്റ്റിയറിംഗ് എത്രയാണ് കൊടുത്തത് എന്നല്ല. ഇതിപ്പോൾ സ്റ്റിയറിംഗ് നീ ജസ്റ്റ് തിരിച്ച് കാരണം ഇവിടെ ഒരു വര വന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കാത്ത കാരണം ഫ്ലാറ്റ് ആയിട്ട് വരും.
നോർമലി സെയിലിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന കാരണം അതായത് ഇതുപോലെ ഇങ്ങനെ വരും. നമ്മുടെ ഹെഡിങ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വെസൽ ടേൺ ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി റീഡിങ് എടുക്കാൻ പറ്റും. നമ്മുടെ വെസൽ ഇപ്പോൾ ഏത് ഹെഡിങ്ങിലാണ് നിൽക്കുന്നതെന്നല്ല ഗ്രേഡിയൻസ് മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിങ്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം വെസൽ ഇപ്പം ഏത് കോഴ്സാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് വെസലിന്റെ ഹെഡിങ്. ഈ മാപ്പ് വെറുതെ വെച്ചേക്കാണല്ലേ? ഇത് റൂട്ടിംഗ് ചാർട്ട് എന്ന് പറയും. ഇത് നമ്മുടെ ഇത് നമ്മുടെ ഗൾഫ് ഇന്ത്യ സംഭവമാണല്ലേ? അതെ, സംഭവമാണ്. ഇത് നമുക്ക് കറണ്ടിന്റെ മൂവ്മെന്റ്സ്, മറ്റ് വിൻഡ് പാറ്റേൺസ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ എല്ലാ മാസവും ഓരോ ചാർട്ട് വരും. ഇതിപ്പോൾ ജൂലൈയിലേക്കുള്ള ചാർട്ടാണ്. അറേബ്യൻ ആൻഡ് റെഡ് സീ ജൂലൈയിലേക്കുള്ള ചാർട്ടാണ്. എല്ലാ മാസവും വർഷത്തിൽ 12 മാസത്തിലേക്ക് ഓരോ ചാർട്ട്സ് വരും. നമ്മളിപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് ഇത് നോക്കി നമുക്ക് റൂട്ട് തിരഞ്ഞെടുക്കാം. അതായത് ഇവിടെയൊക്കെ സ്ട്രോങ് കറണ്ട്സ് ഉണ്ട്. സ്ട്രോങ് കറണ്ടാണ് ഇവിടെ ഈ ഡയറക്ഷൻ എടുക്കുക. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ആണ് പോകുന്നെങ്കിൽ നമ്മൾ ബെറ്റർ ഈ റൂട്ട് അവോയ്ഡ് ചെയ്ത് കുറച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മച്ചാനെ. പിന്നെ ഒരു ഗണപതി ഉണ്ട്, പിന്നെ കുറേ ഫ്ലാഗ് ഉണ്ട് ഇവിടെ. ഫ്ലാഗിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഓരോ രാജ്യത്ത് എത്തുമ്പോൾ നമ്മ അവരുടെ ഫ്ലാഗിൽ ഇടണത്, അവരുടെ ഫ്ലാഗ് ഇടും. നമ്മുടെ ഫ്ലാഗുകളല്ല, ഇത് നമ്മുടെ സിഗ്നൽ ഫ്ലാഗുകളാണ്. ABCD ഓരോ ഫ്ലാഗിനും ഓരോ അർത്ഥമുണ്ട്. അതിപ്പോൾ നമ്മൾ ഓരോ പർപ്പസിനനുസരിച്ച് നമ്മൾ ഓരോ ഫ്ലാഗ് ഇടും. ലൈക്ക് ആൽഫ ആണെങ്കിൽ അതായത് നമ്മുടെ ഫ്ലാഗാണ് ഡൈവിംഗ് പർപ്പസ്. ബി ബ്രാവോ നമ്മളിപ്പോൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ക്യാരിയിങ് ഡേഞ്ചറസ് കാർഗോ എന്നുള്ള അർത്ഥത്തിനാണ് ബി. അങ്ങനെ ഓരോ ഫ്ലാഗിനും മീനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇതെന്തിട്ടാണ് കൺട്രിയുടെ ഫ്ലാഗുകൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ. അപ്പൊ ഒരു രാജ്യത്ത് പോകുമ്പോ ഈ ഫ്ലാഗുകൾ ഇടണോ അല്ലേ? നമ്മളെ രാജ്യത്തിനനുസരിച്ച് ഫ്ലാഗ് ഇടണമെന്നാണ്. അത് അവരെ റെസ്പെക്ട് ചെയ്യണ ഇതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എന്താ പറയാ ഒരു മൈക്രോ ഓവൻ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുക്ക് ചെയ്യാനൊന്നും പറ്റൂല, സീനാണ്. പിന്നെ ഒരു കോഫി മേക്കർ, പിന്നെ കോഫി കുടിക്കാനുള്ള കാര്യങ്ങൾക്ക് ഹോർലിക്സ്, ബോൺവിറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. അപ്പൊ ഇതെന്താണ് വെച്ചാൽ ഇതാണ് GMDSS കൺസോൾ എന്ന് പറയും. അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ടും പ്ലസ് നമ്മുടെ റെഗുലർ ബേസിൽ നമുക്കുള്ള നാവിഗേഷണൽ വാർണിംഗ്സ്, ഇതാണ്ട് സാറ്റ്സി സിസ്റ്റം 1 and 2 നമുക്ക് വേണ്ട നാവിഗേഷണൽ വാർണിംഗ്സ്, വെതർ വാർണിംഗ്സ് തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് സാറ്റലൈറ്റ് വഴി ഇവിടെ കിട്ടും. രണ്ടെണ്ണം ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ MFHF ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ ഡിസ്ട്രസ് ഇത് ലോങ് മറ്റേ വളരെ ലോങ് റേഞ്ച്, ഭയങ്കര ലോങ് റേഞ്ചിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹൈ ഫ്രീക്വൻസി, മീഡിയം ആൻഡ് സാധാരണയാണെങ്കിൽ മറ്റേ VHF മതിയല്ലോ. VHF ചെറിയ റേഞ്ച് ആയിരിക്കും, ഒരു വലിയ റേഞ്ച് ആയിരിക്കും, റേഞ്ച് കൂടുതലാണ്. അപ്പോൾ അതിന്റെ പ്രിന്റർ സെറ്റപ്പ് ആണ് ഇത്. മറ്റു സാധനങ്ങൾ ബാരോമീറ്റർ, നാവ്ടെക്സ് റിസീവർ, ലോക്കൽ വാർണിംഗ്സ്, ലോക്കൽ വെതർ വാർണിംഗ്സ്, ലോക്കൽ നാവിഗേഷൻ വാർണിംഗ്സ് ഒക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എക്കോ സൗണ്ടർ ഇല്ലേ? എക്കോ സൗണ്ടർ ആണല്ലോ ഡിസ്പ്ലേ ആണ്. ആകെ എനിക്കറിയാവുന്ന സാധനമാണ്. ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ പറയാറുണ്ട് എക്കോ സൗണ്ടർ വാറ്റി ഒക്കെ. ഇതാണ് എക്കോ സൗണ്ടിന്റെ ഡിസ്പ്ലേ. അവിടെ നീ നേരത്തെ കാണിച്ച അതിന്റെ ഒരു റിപ്പീറ്റർ യൂണിറ്റ് ആണ്. ഇത് മറ്റേ വിൻഡിന്റെ ഒക്കെ ആയിരിക്കുമല്ലേ? GPS ആണ് രണ്ടാമത്തെ GPS. ഇവിടെ എല്ലാവരും രണ്ടെണ്ണം ഉണ്ടാവുമല്ലേ? ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റേ രണ്ടാമത്തെ ഗ്ലിസ്, ഒന്നാമത്തെ ഗ്ലിസ് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗ്ലിസ്, എല്ലാം രണ്ടെണ്ണം വീതമുണ്ട്. ചില കപ്പലിൽ ക്യാപ്റ്റന്റെ ക്യാബിൽ ഇത് ഉണ്ടാവും ഇല്ലേ? അതിന്റെ ഒരു ഈ സമസ്യ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് അറിയാണ്ട്. പക്ഷെ ഇവിടെ ഇല്ലല്ലേ? ഇവിടെ ആ ഇതേ. പിന്നെ ഈ സംഭവം എന്താണ്? ഇത് നമ്മുടെ മോളിലാണ് മാഗ്നറ്റിക് കോമ്പസ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ജൈറോ കോമ്പസ്. ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ കറണ്ട് വർക്ക് ചെയ്യണം. ഈ സാധനം വർക്ക് ചെയ്യണം. നമ്മുടെ പഴയ കാലത്തെ മാഗ്നറ്റിക് കോമ്പസ് ആണ് മുകളിൽ വെച്ചിരിക്കുന്നുണ്ട്. അത് അപ്പൊ അതിന്റെ ഇമേജ് ഇതിൽ കിട്ടുമല്ലേ? ഈ കണ്ണാടിയിലോട്ട് നമുക്ക് മറ്റേ പഴയ സംഭവം, മറ്റേ ഒരു കുടുക്ക പോലത്തെ സംഭവം ഇങ്ങനെ നോക്കൂല, അതുപോലത്തെ ഉള്ള മങ്കേലിന്റെ വെച്ചിട്ടുണ്ട്. അതിന്റെ നമുക്ക് അതിന്റെ റീഡിങ് ഇവിടെ കിട്ടും. ഇവിടെ കിട്ടും. കണ്ണാടി വെച്ച് നമുക്ക് ലൈറ്റ് ഉണ്ട്, അത് വെച്ച് നമുക്ക് തന്നെ റീഡിങ് വായിച്ചിരിക്കാം. അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി പവർ ലോസ് ആയി കഴിഞ്ഞാൽ ജൈറോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ നമുക്ക് കരയിലോട്ട് എങ്ങനെയെങ്കിലും പോകണം. അതിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഇവിടെ കുറെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ പുറത്ത് ഒരു കപ്പൽ അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാട്ടാ. അപ്പം മച്ചാനെ കടൽ നല്ല റഫാണ്ട്. അതേ കടലേടെ കാണിക്കണ്ട, കടലിന് വെച്ചേണ്ട. അവിടെ ഒരു കപ്പലുണ്ട്, അത് നേരത്തെ കിടന്ന് ഡാൻസ് കളിക്കണ്ട. അത് ഇപ്പോൾ ഡാൻസ് കളിക്കണ്ട്. കണ്ട അതിൻ്റെ അടിയിലെ റഡാറ് പങ്ക വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എവിടെ
പിന്നെ ഇത് അവിടെ ഒരു കപ്പലുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം അടുത്തടുത്ത് കിടക്കുന്ന കപ്പലുകളെല്ലാം ഡേഞ്ചറസ് കാർഗോ ക്യാരി ചെയ്യണം കേട്ടോ. അപ്പോൾ ഓയിൽ ടാങ്കർ, ഗ്യാസ് ടാങ്കർ അങ്ങനത്തെ കപ്പലുകളൊക്കെയാണ് അടുത്തടുത്ത് കിട്ടേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആങ്കർ പോയിന്റിലാണ് ഞങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ മച്ചാനെ ഇതെല്ലാം കുറേ പൈപ്പുകളാണ്. -ഡിഗ്രിയിൽ അത് കംപ്രസർ റൂമാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം റഫ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴയാണ്. ഉറങ്ങിയിട്ടൊക്കെ എത്ര നാളെ തത്ത് കിടന്ന് കാണിക്കേണ്ട. നല്ല രസമല്ലേ? ജിങ് ജിങ് ജിങ്. ഇപ്പം ഇപ്പുറത്തോട്ട് തിരിയും, കുറച്ച് കണ്ട് അപ്പുറത്തോട്ട് തിരിയും. കണ്ട ഇതുപോലെ തന്നെ ഞങ്ങളുടെ കപ്പലും കാണിക്കണത്. അപ്പോൾ അതിൽ കാർഗോ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഡ്രാഫ്റ്റ് കുറവാണ്. കണ്ട എൻ്റെ ബൾബസ് ബോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മച്ചാനെ മഴയുണ്ട്, ഞാനകത്തോട്ട് പോട്ടെ. ഓക്കെ, വേണ്ട റഡർ വേണ്ട. അതിലൂടെയാണ് നമ്മുടെ അടുത്ത് ഏതൊക്കെ കപ്പലുണ്ട് അതൊക്കെ കാണാൻ പറ്റണത്. പിന്നെ വൈഫൈൻ്റെ മോഡം ഞാൻ പിന്നെ കാണിച്ചിട്ട് ആദ്യം ഇവിടെ ഉണ്ടല്ലോ. വൈഫൈൻ്റെ മോഡം ഉണ്ട് അതിൻ്റെ ഇവിടെ തന്നെ. സാറ്റലൈറ്റ് വൈഫൈ അല്ല, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ മോഡം ഉണ്ട് അത്. അപ്പം മച്ചാൻ ഇതുപോലെ അടിപൊളി കപ്പൽ വിശേഷങ്ങളും കപ്പലിലെ കടലിലെ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇത് അവിടെ മഞ്ഞും മൂടി കിടക്കണ പോലെ ഒരു കപ്പലിടാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കപ്പലകത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വീഡിയോ കമ്മിങ് സൂൺ. ഓക്കെ, അപ്പം മച്ചാനെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 13,560 bhp ഉള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾ കാണുന്നത്. നിസ്സാരക്കാരല്ല പേര്. ഹുണ്ടായി വീട് നമ്മുടെ സൗത്ത് കൊറിയയിൽ ഉണ്ടാക്കിയ സാധനം ഉണ്ട മോനെ. അപ്പോൾ ചമ്മര് നമുക്ക് മെയിൻ എഞ്ചിൻ്റെ അവിടേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. 1 2 3 6 പിസ്റ്റനുള്ള എഞ്ചിനാണ് നമുക്കുള്ളത്. ഇത് 1 2 3 4 ഡെക്ക് ഉണ്ട് അടിയിലേക്ക്. ഇഷ്ടമായ പമ്പ്സും റിഫൈനറിയും പ്യൂരിഫയറും ജനറേറ്ററും ഇഷ്ടമായ സംഭവങ്ങളൊക്കെ ഈ നമ്മുടെ എഞ്ചിനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സാധനം ശ്രദ്ധിച്ചാൽ ഹുണ്ടായി PW. അപ്പൊ ഹുണ്ടായിയുടെ ഒരു എഞ്ചിനായിട്ട് ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നമ്മുടെ ഹുണ്ടായിയുടെ കാറൊക്കെ നാട്ടിലെ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയൊരു എഞ്ചിൻ ഇവിടെ ഇരിപ്പുണ്ട് പോലെ 4 നിലയുള്ള ഒരു എഞ്ചിൻ. അപ്പൊ വെച്ചാൽ ഇതിന്റെ 3ാമത്തെ അടിയിലെ തട്ടിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് നോക്കിയിട്ട് വരാം. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു എഞ്ചിൻ റൂമാണ് ഈ കാണാട്ടാ. നമ്മ കാറിന്റെ എഞ്ചിൻ റൂമുകളല്ലേ, പക്ഷെ ഇത് എത്ര നിലയുണ്ടെന്ന് നോക്കി അടിപൊളിയുണ്ട് ഈ എഞ്ചിൻ റൂം. ആണ് ഏറ്റവും അടിയിലത്തെ തട്ട് എഞ്ചിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ഇനിയുണ്ടെന്ന് തോന്നുന്നുണ്ട് അടിയിലേക്ക്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇത് ഓരോരോ ചേമ്പർ ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ വലിയ മറ്റേ പിസ്റ്റണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യണത് കുറെ പമ്പും ഹൈ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് ഹൈഡ്രോളിക്കിന്റെ ഫ്യൂൽ ഇഞ്ചക്ടർ. ഇതാണ് ഫുള്ള്. ഇത് പ്യൂരിഫയർ റൂമാണ്. ഇത് നമ്മൾ എഞ്ചിൻ ഓയിലില്ലേ, എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞ സംഭവം ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് അത് നമ്മൾ ചേഞ്ച് ചെയ്യും കുറേ അവേഴ്സും കിലോമീറ്റേഴ്സും കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അറിവിൽ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ ഓയിൽ ഇങ്ങനെ ഈ മെഷീനിലൂടെ കൂടി പോയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൂളാക്കിയിട്ട് പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ എഞ്ചിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ്. അപ്പം ഡീസൽ ഉപയോഗിച്ച് ഇത് ഓടുകയും ചെയ്യും, ഹെവി ഫ്യൂവലും ഉപയോഗിച്ച് ഇത് ഓടുകയും ചെയ്യും. ഹെവി ഫ്യൂവൽ എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോളിയം പ്രോഡക്റ്റ്സ് തന്നെയാണ്. കുറച്ചും കൂടി ചീപ്പായിട്ടുള്ളൊരു ഫ്യൂവലാണ് ഹെവി ഫ്യൂവൽ എന്ന് പറഞ്ഞത്. അപ്പം രണ്ടും ഉപയോഗിച്ച് ഇത് ഓടും. അപ്പം മച്ചാനെ ഇത് ജനറേറ്റർ റൂമാണ്. വലിയ കട ജനറേറ്ററാണ്. ജനറേറ്റർ റൂം ഒന്ന് ഇതുപോലെ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണം. ഇതെന്തുട്ടാ? ഇതൊക്കെ എന്തുട്ടാ? മുകളിലേക്കുള്ളത് എല്ലാവർക്കും. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എയർ സപ്ലൈ ഇല്ലേ, ആ ഒരു പ്രഷർ വേണം. അതിനുള്ള ഒരു 3 മെഷീനാണ് എയർ കംപ്രസർ എന്ന് പറയും ഈ സാധനത്തിനാ കേട്ടാ. വേണ്ടാ ഇനി അടിയിലോട്ടുണ്ട്. നമ്മിപ്പോ എഞ്ചിൻ റൂമിന്റെ മെയിൻ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഇത്രയാണ്. കൂടുതലായിട്ട് എഞ്ചിൻ സൈഡ് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ചില രാജ്യത്ത് ഡീസൽ ഒഴിച്ച് മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഓഫ് ദ എൻവയോൺമെന്റൽ ആ ഒരു
സേഫ്റ്റിയുടെ കാര്യത്തിനും അവിടുത്തെ റൂൾസാണ് ഡീസൽ വെച്ച് ഓടിക്കണമെന്ന്. പക്ഷെ ചില രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഹെവി ഓയിൽ വെച്ചാണ് നമ്മൾ ഇത് റൺ ചെയ്യണത് ഈ എഞ്ചിൻ. അപ്പം മച്ചന്മാർ ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിൻ റൂമിനെ കുറിച്ച് എനിക്കറിയാവുന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മച്ചാൻ ഇതാണ് നമ്മുടെ എഞ്ചിൻ ടൂർ. ഓക്കെ, ഇഷ്ടംമാരും മെഷീനറീസും കാര്യങ്ങളും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും ഭയങ്കര ലെങ്ത് വീഡിയോ പോകും. അപ്പം മെയിൻ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഷിപ്പ് കൺട്രോളും കാർഗോ കൺട്രോൾ റൂം എന്നൊരു സംഭവം കണ്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടാ, കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരുപാട് സ്വിച്ചുകളും കൺട്രോളും കാര്യങ്ങളുണ്ട്, മെയിൻ എഞ്ചിൻ്റെ എല്ലാ സ്വിച്ചുകളും. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജിൽ കണ്ട പോലെ തന്നെ മുന്നോട്ട് പോകാനും പുറകോട്ട് പോകാനുള്ള സംഭവങ്ങളും സ്റ്റേണും എസ്റ്റേണൊക്കെ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, കപ്പൽ മോളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് എഞ്ചിൻ കൺട്രോളും ഇവിടെ. അപ്പോൾ മച്ചാനെ ഇവിടെ നമുക്ക് കുറേ സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേ നമ്മുടെ എഞ്ചിൻ്റെ പ്രഷറും കാര്യങ്ങളും അതിൻ്റെ ടെമ്പറേച്ചറും എല്ലാം മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നിട്ട്. ഇതിൻ്റെ പവർ നോക്കി 11,350 kV വാട്ട്സ് ആണ് കേട്ടോ. ടോർക്ക് 10,072. എൻ്റെ പൊന്നളി RPM ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെ മറ്റേ നമ്മുടെ കാറിനോടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലല്ലേ എന്ത് ഇതാളെ. അപ്പോൾ എഞ്ചിൻ പവർ കണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം മച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കപ്പലിൽ ബീവറേജ് തുറക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങണത്, എങ്ങനെയാണ് ക്യൂ നിൽക്കുന്നത്, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3ാമത്തെ നിലയിലാണ് ബീവറേജ് ഓപ്പൺ ആവുന്നത്. അപ്പം ബീവറേജ് ഇവിടെ ഒരു കൃഷ്ണൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആര് വരച്ചാന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് ബീവറേജിലോട്ട് പോവാം സാധനം വാങ്ങാനായിട്ട്. ഇവരാണ് ഇപ്പോഴത് സാധനം വാങ്ങാനായിട്ട് ഇവിടെ ആദ്യം വേണ്ടത്. മലയാളിയാണ്. തുറക്ക് വെറുതെ തുറന്നില്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബീവറേജ് പൂട്ടിയിട്ടേക്കണത്. ഇതൊക്കെ കസ്റ്റം വന്നിട്ട് പോർട്ടിൽ കസ്റ്റംസിൽ വന്നിട്ട് ഇതൊക്കെ എണ്ണിയിട്ട് ഇവിടെ ഒട്ടിച്ചു വെക്കും സീല്. ഈ സീല് പൊട്ടിച്ച പണിയാണ് ഇത്. ഒരു രാജ്യം കഴിഞ്ഞ് നമ്മ പുറത്തേക്ക് കപ്പൽ പോകുമ്പോൾ ഇത് പൊട്ടിക്കുള്ളൂ, മനസ്സിലായി. അതിന് മുമ്പ് പൊട്ടിക്കാൻ പാടില്ല വീട്ടിൽ. ഇവിടെ ബീവറേജ് തുറന്ന് കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ കേടച്ചേക്കനാണ് ബീവറേജ് തുറക്കണത്. ഇതാണ് ഞങ്ങളുടെ ബീവറേജ്. ബോണ്ട് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇവനാണ് എല്ലാവർക്കും 2 ബിയർ വെച്ച് കൊടുക്കുള്ളൂ. അല്ലേടാ. അപ്പോൾ നമ്മുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സിഗരറ്റ് അലോഡ് ചെയ്യും, മനസ്സിലായോ. കാശ് കൊടുക്കണ്ടേ, നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും അല്ലേടാ. അപ്പൊ തന്നെ ബിയർ അത്ര ബിയർ എന്റെ മുന്നിൽ ഇത് ഫുള്ള് ബിയറാണ്ടാ മച്ചാൻ പറയാം. എനിക്കുണ്ട് എന്താ പറയുക, ബഡ്വൈസർ ഉണ്ട്, കൊറോണ ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പം ഓരോരുത്തരുടെ പേരിൽ എന്താ പറയുക, ഇപ്പം എൻ്റെ പേരിൽ ചീഫ് കുക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത പിള്ളേർക്ക് വേണ്ട ചീഫ് കുക്ക് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ സൈൻ ചെയ്യണം. എനിക്ക് കൊറോണ 2 എണ്ണം. അപ്പം മച്ചാനേ നമ്മൾ സൈൻ ചെയ്താൽ ഈ സാധനം കിട്ടും. അപ്പം ഞാൻ 2 കൊറോണ ബിയർ വാങ്ങിച്ചോണ്ട് കേട്ടോ. ചമരേ സൂര്യൻ അസ്തമിക്കാറായി. ഇങ്ങനൊരു സൺസെറ്റ് കണ്ടിട്ട് ഒരു കൊറോണ ബിയറിൽ ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് ഇട്ടിട്ടില്ലേ, ഇങ്ങനെ അടിച്ച് അങ്ങോട്ട് ഇരിക്കുക. എന്ത് സൂണെന്ന് പറയാൻ വെച്ചാൽ. അപ്പം ഇത് എൻ്റെ അവസാനത്തെ ദിവസങ്ങളാ പറയുക കപ്പലിൽ. അപ്പോൾ ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റേതായ രീതിയിൽ ഞാൻ എൻ്റെ ലൈഫ് അടിച്ചു പൊളിക്കുന്നു. സോ ചെറിയ സന്തോഷങ്ങളും ഒരു കാര്യങ്ങളും ലൈഫിൽ മിസ് ചെയ്യാൻ പാടില്ല. അപ്പം മച്ചാനെ കപ്പലിലെ ബീവറേജ് ഓപ്പണാക്കി അടിപൊളി. എൻ്റെ അവസാനത്തെ ദിവസങ്ങളായി കപ്പലിൽ. അങ്ങനെ ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ കളയാണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിയാണ്ട് വരുന്നുണ്ട്, റൂമിൽ പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒരു പുതുമ തന്നെയാണ് ഈ കടലെന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നല്ലൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊറോണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഈ കടലും കണ്ട് ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടിരുന്ന് ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ, അത് വേറെ തന്നെ ഉണ്ടാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ മൊമെൻറ്റ്സും എല്ലാ മണിക്കൂറും എല്ലാ മിനിറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴാണ് മനസ്സിലാവണമെന്നറിയോ, ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ടായിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റൂല എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ചമരെ ഞാൻ എൻ്റെ 2 ബിയർ കുടിച്ചു കഴിഞ്ഞ് ഇവിടെ ഞാനല്ലാണ്ട് ഒരാൾ പോലും ഇല്ല, ഞാൻ സംസാരിക്കണ ഒരാൾ പോലും കേൾക്കണില്ല. എനിക്ക് വേണമെങ്കിൽ ഇതില്ലേ ഇങ്ങനെ കടലിൽ കളയുക, ഒരു നിസ്സാര നിമിഷം മതി ഇത് കടലിൽ കളയാൻ. പക്ഷെ ഞാൻ കളയൂല വെച്ചാനെ. എന്ന് കാരണം വെച്ചാൽ പ്രകൃതി എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മളാണ് ഈ പ്രകൃതി, ഈ ഒരു കടൽ മനുഷ്യൻ്റെ ജീവൻ്റെ ആദ്യത്തെ തുടുപ്പുണ്ടായ
ഇത് കടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പം ഇതിനെ നശിപ്പിക്കാനായിട്ട് ഞാനായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തോട്ടെ, പക്ഷെ ഞാനായിട്ട് കടലിൽ ഞാൻ നശിപ്പിക്കൂല. അതുകൊണ്ട് ഞാനൊരു തുണ്ട് പ്ലാസ്റ്റിക് പോലും ഈ കടലിൽ ഞാൻ ഇടൂല മച്ചാനെ. എനിക്ക് വേണമെങ്കിൽ ഇത് ചുമ്മാ കളയാം, പക്ഷെ ഞാൻ കളയൂല. ഇത് ഇനി സെഗ്രിഗേറ്റ് ചെയ്യണം എനിക്ക്. ഇത് എനിക്ക് ഈ ചില്ല് കുപ്പി ഇടണ സ്ഥലത്ത് കൊണ്ടുപോയി എനിക്ക് ഇടണം. അതിന് ഞാൻ ഒരു 3-4 സ്റ്റെപ്പ് ഇറങ്ങണം. ഇതുപോലെ 3 ഡെക്ക് നിലത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ എൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം ഇത് എനിക്ക് അവിടെ ഇടാനായിട്ട്, മനസ്സിലായി? എൻ്റെ പൂള് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം മച്ചാനെ കടലാണ്, കടൽ പോലെ തന്നെ ഏത് മലയായാലും എന്തായാലും പുഴയായാലും നമ്മൾ തന്നെ ഇത് നമ്മുടെ പ്രകൃതിനെ നോക്കണം. എന്നാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വരെ ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ തുടങ്ങണം. എൻ്റെ അവസാനത്തെ ദിവസങ്ങളായി കപ്പലിൽ എൻ്റെ കടല് ഇനി കുറച്ച് നാളും കൂടി എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ കടലിനെ കുറേ മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തിരുന്നപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ആണത്. അല്ലാണ്ട് 2 ബിയർ അടിച്ചാലൊന്നും പറ്റാവൂല, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇവിടെ 2 ബിയർ കിട്ടുള്ളൂ. ആ 2 ബിയർ കൊണ്ട് ഞാൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷവാനാണ്. അല്ലാണ്ട് നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇത് കഴിച്ചാൽ മാറിപ്പോയി അടിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ കപ്പലിലില്ല. കപ്പലിൽ ഇത് 2 കിട്ടിയാൽ കുളിക്കുക, ഫുഡ് കഴിക്കുക, നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുക. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണം. ഓക്കെ, ശരി, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഫോർ മോർ കടൽ വിശേഷങ്ങൾ ഇനിയും വരും. ഞാനിനി കടലിൽ തന്നെ ജീവിക്കാൻ പോവുകയാണ്. ഇനി ഒരു 3 മാസം ചിലപ്പോൾ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ഈ കടലിൽ ഞാൻ പിന്നെയും കാണും. കടലിനെ കുറേ മിസ് ചെയ്യുന്നുണ്ട്, കടലിലെ കാര്യങ്ങൾ എല്ലാം. അപ്പോൾ മറ്റേ റേറ്റിങ്സ് പഠിച്ച ആൾക്കാരുടെ റൂമാണിത്. നമ്മുടെ AB ഓയിലർ എൻജിൻ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റൂമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ക്യാബിനായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവവും, പിന്നെ ഒരു സോഫ, ഒരു കാര്യങ്ങൾ, പിന്നെ ഡ്രോ, പിന്നെ അതുപോലെ തന്നെ ഒരു എല്ലാവരെയും പോലെ തന്നെ സിംഗിൾ ബാത്റൂം ഉണ്ടാവും. അപ്പോൾ ഇതാണ് റേറ്റിങ്സ് പഠിച്ച ആൾക്കാരുടെ റൂം. മച്ചാമാരെ ഇതാണ് നമ്മുടെ ക്രൂമെസ് റൂം. ഒരാളിരുന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഇത് സ്മോക്കിംഗ് റൂമും കൂടിയാണ്. അപ്പോൾ മച്ചാനെ ഇവിടെ കളിക്കുന്ന സാധനമുണ്ട്. പിന്നെ ഈ സംഭവം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താ. അപ്പോൾ ഈ സാധനം ഓൺ ചെയ്താൽ നമുക്ക് ഇവിടെ സ്മോക്ക് ചെയ്യുന്ന ആ പുകയൊക്കെ ഇത് വലിച്ചെടുത്തിട്ട് ഫ്രഷ് എയർ ഇതിൽ കൂടി തള്ളോട്ടാം. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഒരു ഗിറ്റാറുണ്ട് ഇവിടെ, പിന്നെ ഒരു TV ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സ്പീക്കർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം മച്ചാമാരെ ഇതാണ് നമ്മുടെ ഓഫീസർ സ്മോക്ക് റൂം എന്ന് പറയും. ഓഫീസർമാരുടെ സ്മോക്ക് റൂമാണ് ഇത്. പിന്നെ ഇവിടെ വീഡിയോ ഗെയിം ഉണ്ട്. ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് TV പെൻ ഡ്രൈവിൽ നമ്മൾ അടിപൊളി പടമൊക്കെ വേണം കേട്ടോ. വീഡിയോ ഗെയിം കളിക്കുക, PS4 ഉണ്ട് ഇവിടെ. മച്ചന്മാർ വന്നിട്ടുണ്ട്, തേർഡ് ഓഫീസർ ആൻഡ് ഗ്യാങ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തി കളിക്കുന്ന സാധനമുണ്ട്. പിന്നെ പേരെന്താടാ? ഓക്കെ. അപ്പോൾ വെച്ചാൽ ഇവിടെ നൈസായിട്ട് പാട്ടൊക്കെ വെച്ച് വീഡിയോ ഗെയിം കളിച്ചതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൂസ്ബോളും പിന്നെ ക്യാരംസും ഇങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്നും വർക്ക് ചെയ്യൂല, എന്ത് പണ്ടാറോന്ന് പറയും. പിന്നെ ഈ സാധനം ചില ക്യാബിലുണ്ട്, ചില ഞങ്ങളുടെ മെസ് റൂമിലും കാര്യങ്ങളുണ്ട്. അക്നോളജ് ചെയ്യണേ അത്. അങ്ങനെ എടുക്കണില്ല, നീ വലിക്കില്ലേ? കണ്ട എല്ലാ ഡെക്കിലും ഇതുപോലെ തന്നെ നമ്മുടെ പ്യൂരിഫയർ വെള്ളമുണ്ട്. ഏറ്റവും അടിയിലെ ഡെക്കിലോട്ട് നമുക്ക് പോകട്ടോ. ഇവിടെയാണ് ഞങ്ങളുടെ ലോണ്ടറി റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് വാഷ് ചെയ്യണത്, തുണികളൊക്കെ എവിടെ വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ ലോണ്ടറി റൂം. ഇത് ബോയിലേഴ്സ് തൊട്ട് വർക്കിംഗ് ഡ്രസ്സ് അലക്കാനുള്ള സംഭവമാണ് ഇത്. ഈ സംഭവം നമ്മുടെ സിവിൽ ഡ്രസ്സ് അലക്കാനും. ഇത് വലിയ ഡ്രയറുണ്ട്, ഇത് വലിയ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രയർ റൂം, അല്ല വാഷിംഗ് റൂം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജിമ്മിലേക്ക് പോകും. ജിമ്മ്. അപ്പോൾ ഇവിടെ എല്ലാവരും TT കളിക്കണ്ട. ക്യാപ്റ്റൻ സാർ, ചീഫ് എഞ്ചിനീയർ, ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. അപ്പോൾ മച്ചാനെ ഇവിടെ വൈകിട്ട് എല്ലാവരും പണിയുണ്ട്. ചിലർ ജിമ്മ് ചെയ്യും, അല്ലെങ്കിൽ TT കളിക്കും. മച്ചാനെ ഇതാണ് CCR എന്ന് പറയും, കാർഗോ കൺട്രോൾ റൂം. മനസ്സിലായ? അപ്പോൾ ഇവിടെ ഗ്യാസ് എത്ര -ഡിഗ്രിയിലാണ് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും അത് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇരുന്നാണ് നമ്മൾ പോർട്ടിൽ കാർഗോ കൊടുക്കുന്നതിൻ്റെയും ഡിസ്ചാർജിൻ്റെ ലോഡിൻ്റെയും ആ മെഷർമെൻറ്റും കാര്യങ്ങളും ആ ഒരു കാൽക്കുലേഷനും അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് അതിൻ്റെ പൈപ്പും വാൽവൊക്കെ തുറക്കണത് ഇവിടെ ഇരുന്നിട്ടാണ്. മനസ്സിലായ?
അപ്പോൾ ഇതാണ് കാർഗോ കൺട്രോൾ റൂം. അപ്പോൾ ഇവിടെ കുറേ വോക്കി ടോക്കിങ് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ കോമൺ കമ്പ്യൂട്ടറാണ്. ഇവിടെ നിന്നാണ് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഞാൻ പ്രൊവിഷൻ ഓർഡർ ചെയ്യണത്, വിച്ചിലിങ്ങും അതെല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് കാര്യങ്ങളെല്ലാം ചെയ്യണത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കപ്പലിൽ എങ്ങനെയാണ് സാധനങ്ങൾ എടുക്കണത്, ഓർഡർ ചെയ്യണത്, അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻ വഴിയുണ്ടാകും. മുമ്പൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിലാക്കി. കപ്പലിൽ നമ്മൾ ഇത് കണ്ട കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് മാംഗ്ലൂർ എടുത്ത സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് റിക്വസ്റ്റ്, അപ്പം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ബീഫ് വേണോ, അപ്പോൾ മച്ചാൻ ഇത് നമ്മൾ എടുത്ത സംഭവങ്ങളുണ്ട് ഇത്ര കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് ഓർഡർ ചെയ്യുക. മീറ്റ്, സോസേജസ്, ബട്ടർ മിൽക്ക്, പനീർ, ഇതുപോലെ ഇഷ്ടംമാരെ സംഭവങ്ങൾ ലിസ്റ്റ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് കണ്ട അയില, ആവോലി, മാച്ചാൻ, ഇതുപോലെ ഇഷ്ടംമാരെ സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യുക. വേണം ഇതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഫൈനലാവുമ്പോൾ നമുക്കിത് ഇത് തന്നെ ഈ സെയിം സംഭവം തന്നെ ക്യാപ്റ്റൻ്റെ റൂമിൽ നിന്ന് കൺട്രോൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് നമ്മൾ റീഫ്രഷ് അടിച്ചാൽ ഈ സംഭവം ക്യാപ്റ്റൻ്റെ കമ്പ്യൂട്ടറിലോട്ട് പോകുന്നുണ്ട്. ക്യാപ്റ്റൻ അത് കറക്റ്റായിട്ട് നോക്കി എത്ര രൂപയെന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും വേണ്ട. ഇപ്പോൾ വന്നേക്കണ്ട ഇത്ര രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് 4,96,000 സംതിങ് രൂപക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാംഗ്ലൂരിൽ നിന്ന് എടുത്ത്. അപ്പോൾ ഇതിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണത്. അപ്പോൾ മച്ചാൻ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓർഡർ ചെയ്യണത്. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ കമ്പനി പഠിപ്പിക്കും നിങ്ങൾ. പല കമ്പനിക്ക് പല ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണത്. ഓക്കെ.